യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് ഒന്ന് പ്രധാനമായിട്ട് കേൾക്കുകയാണ്. നമ്മുടെ കുടുംബത്തില് തകർച്ചകൾ നിരന്തരം തുടരുന്നുവെങ്കിൽ ഈ പാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒന്ന്, അന്യ ദൈവ ആരാധന, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, കുട്ടിച്ചാത്തൻ സേവ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക, അനുദപിക്കുക. ഞാൻ അതേക്കുറിച്ച് വിശദമായിട്ട് പറയാം. 2, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, മ്ലേച്ഛ പാപങ്ങളിൽ മുഴുകി തലമുറകൾ ജീവിച്ചിട്ടുണ്ടോ? 3, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്. 4, കർത്താവിൻ്റെ അഭിഷിക്തരുടെ കണ്ണുനീര്. 5, അബോർഷൻ, കൊലപാതകം. 6, വിധവകളുടെ കണ്ണുനീര്, പാവപ്പെട്ടവരുടെ കണ്ണുനീര്, പാവപ്പെട്ടവന് കൂലി കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ മറ്റ് അനീതികൾ സംഭവിച്ചിട്ടുണ്ടോ? പണം പലിശയ്ക്ക് കൊടുക്കുക, പണം സമ്പാദിക്കുക, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ വളരെ ഗൗരവമരുതാണ്. എല്ലാ പാപവും ഗൗരവമരുതാണ്. പക്ഷെ ഈ പറഞ്ഞ പാപത്തിൻ്റെ മേഖല വളരെയേറെ ഗൗരവമരുതാണ്. നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ കോപിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ശുദ്ധപ്രയോഗക്കാരൻ, ഇത്തരക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. അവിടെ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. കർത്താവിൻ്റെ മുൻപിൽ, നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. അടുത്ത വചനം പറയുന്നു, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെ സേവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവ് അനുവദിച്ചിട്ടില്ല. ജ്യോത്സ്യന്മാര്, പ്രാശ്നികര്, മന്ത്രവാദികള്, കുട്ടിച്ചാത്തൻ സേവക്കാര്, ആഭിചാരം ചെയ്യുന്നവര്, ദുർമന്ത്രവാദികള്, ഇവരെ കാണുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചിട്ടില്ല. ഈ സമൂഹത്തില് ഏതെങ്കിലും വ്യക്തികള്, അല്ലെങ്കിൽ ഇടവകയില്, ഈ ദേശത്ത് ഏതെങ്കിലും വ്യക്തികള് ഈ വിധ പാപങ്ങളിൽ മുഴുകി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തകർച്ച അവരനുഭവിക്കും. ഒരു തർക്കവുമില്ല. ഒരിക്കല് നമ്മുടെ താമസിച്ചൊരു ധ്യാനം നടക്കുമ്പോൾ, 5 ദിവസത്തെ ധ്യാനമാണ്. ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് വന്ന് ധ്യാനം കൂടുകയാണ്. അവരുടെ ഒരു കുട്ടി, ഒരു 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ നടുവിന്, അരക്കെട്ടിന്, കാലുകൾക്ക് ബലക്കുറവാണ്. ഒരു 4 വയസ്സ് പ്രായം കാണും. ആ കുട്ടി ഇങ്ങനെ കിടന്ന കിടപ്പിക്കിടക്കണം, എടുത്തുകൊണ്ട് കിടക്കണം. അവരെൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു സന്ദേശം നൽകി. ഈ കുടുംബം മന്ത്രവാദം, കുട്ടിച്ചാത്തൻ സേവ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉടനെ ആ വ്യക്തി പറയുകയാണ്, എൻ്റെ വല്യപ്പൻ കുട്ടിച്ചാത്തൻ സേവയുടെ ആളായിരുന്നു. കുട്ടിച്ചാത്തൻ പരിപാടിക്ക് പോവുകയും അവിടെ വീട്ടിൽ ഒരു മുറി തന്നെ കുട്ടിച്ചാത്തന് വേണ്ടി വെച്ച്, ക്രിസ്ത്യ കുടുംബമാണ്, വെച്ച് അതിൻ്റെ കാര്യങ്ങൾ വല്യപ്പൻ ചെയ്യുമായിരുന്നു. എന്താ സംഭവിച്ചതറിയുമോ? അവരുടെ കുടുംബങ്ങളിൽ, ഇവിടെ സഹോദരി സഹോദരങ്ങളെ ബന്ധുകുടുംബമാണ്, ആ അപ്പൻ്റെ, ആ വല്യപ്പൻ്റെ ആ തലമുറയിലുള്ള എല്ലാ കുടുംബങ്ങളിലും വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഒന്നുകിൽ തളർന്ന കുഞ്ഞുങ്ങൾ, അല്ലെ മന്ദബുദ്ധികളായ, അല്ലെ ഓട്ടിസം, അല്ലെ ഏതെങ്കിലുമൊക്കെ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ 1-2 കുഞ്ഞുങ്ങളുണ്ട്. ഈ തൃശ്ശൂർ ഭാഗത്തുള്ളൊരു കുടുംബത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. എല്ലാ അവരുടെ കുടുംബങ്ങൾ മുഴുവന് സാമ്പത്തിക തകർച്ചകൾ. ഒരു കാലഘട്ടത്തിൽ ഓട് ഫാക്ടറിയും മറ്റു വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന തലമുറയാ. ഇന്ന് ആ മനുഷ്യൻ പറയാ, ജീവിക്കണമെങ്കിൽ കൂലിപ്പണി ചെയ്യണം. സാമ്പത്തിക തകർച്ച, ഒന്നിനൊന്ന് കുടുംബങ്ങൾ മുഴുവൻ തകർന്ന് സാമ്പത്തികമായിട്ട് തരിപ്പണമായി, എല്ലാം വിറ്റുപോയി. അങ്ങനെ തകർന്ന് തരിപ്പണമായ ഒരു കുടുംബം. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, കുട്ടിച്ചാത്തൻ സേവ, ദുർമന്ത്രവാദം, അതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തകർച്ചകൾ
തലമുറ തലമുറ നേരിടേണ്ടി വരും. കാരണം ഒരു പിതാവ് ഈ തെറ്റ് ചെയ്താൽ ആ പിതാവിന്റെ തലമുറകൾ സാത്താന്റെ അവകാശത്തിൽ ആവുകയാ. വലിയ അപകടകരമായ ഒരു കാര്യമായത്. ഒരു വ്യക്തി ഇത് ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മേൽ, തലമുറകളുടെ മേൽ സാത്താൻ കടന്നു വന്ന് ആധിപത്യം ഏറ്റെടുക്കുക. അവൻ അവകാശം പറയും. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുതപിക്കണം. നാളത്തെ കുമ്പസാരത്തിൽ ഇതെല്ലാം തുറന്നു പറഞ്ഞ് കുമ്പസാരിക്കണം. നമ്മുടെ പിതാക്കന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കേട്ടറിവുണ്ടെങ്കിൽ, അല്ല വ്യക്തമായിട്ട് അറിയാമെങ്കിൽ, അല്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതപിച്ച് ഏറ്റുപറയുക. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. കർത്താവ് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അനുതപിക്കാനും ഏറ്റുപറയാനും നിങ്ങൾ തയ്യാറാവണം. പാപങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. കർത്താവിലേക്ക് തിരിച്ചു വരണം. അനുതപിച്ച് കർത്താവിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. അതാ കർത്താവ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നിയമാവർത്തന പുസ്തകത്തില് 7-ാം അധ്യായത്തിന്റെ 25-26 അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരായിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടോ? എന്തെങ്കിലും വിഗ്രഹങ്ങൾ അല്ലെ മന്ത്രവാദം ചെയ്ത മറ്റു വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരുത്. അപ്പൊ നിങ്ങളുടെ വീട്ടില് അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കരുത്. അവയെല്ലാം എടുത്ത് ദൂരെ കളയണം. എസെക്കിയേൽ 13:20 മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. മന്ത്രച്ചരടുകള്, ഏലസുകള്, തകിടുകള് ശരീരത്തിൽ ധരിക്കുക. പല ക്രൈസ്തവരും ചെയ്യുന്ന വലിയ തെറ്റായത്. കാര്യസാധ്യത്തിന് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, ബിസിനസ്സിന് ഉയർച്ച കിട്ടാൻ വേണ്ടിയൊക്കെ പോകുന്ന ധാരാളം ക്രൈസ്തവരുണ്ട്. ഞാൻ ഓർക്കൊണ്ടിരിക്കല് ഈ തൃശ്ശൂർ രൂപതയിലെ ഒരു പള്ളിയിൽ ധ്യാനം എത്തുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. അച്ഛൻ്റെ ഇടവകയിൽ പലരും കുട്ടിച്ചാത്തൻ്റെ സേവ, മന്ത്രവാദം അതിന് പോകുന്ന പലരുമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പലരും അതിന് പുറകെ പോകുന്നവരുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ പോകാൻ പാടില്ല. ഇത് 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അതിശക്തമായ തിരിച്ചടികൾ നിങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കും. നാശങ്ങൾ സംഭവിക്കും, അനർത്ഥങ്ങൾ കടന്നു വരും. അതുകൊണ്ട് അനുതപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരിക. നിങ്ങളുടെ കൈവശം ഏലസോ ചരടോ അങ്ങനെയുള്ള ക്ഷുദ്ര വസ്തുക്കൾ ചെയ്തത് ഉണ്ടെങ്കിൽ അവയെല്ലാം നീക്കം ചെയ്യുക. തകിട് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവയൊന്നും ശരീരത്തിലുണ്ടാവാൻ പാടില്ല. മനുഷ്യരെ പക്ഷികളെ പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കയില്ല. ഞാൻ അവരുടെ നാമം പോലും ഉച്ചരിക്കത്തില്ല. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കത്തില്ല. അന്യദേവന്മാരെ അനുഗമിച്ച് നിങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കരുത്. അന്യദേവന്മാരുടെ പിന്നാലെ നിങ്ങൾ പോകുവാനായിട്ട് പാടില്ല. ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അന്യ ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കാൻ, വിളിച്ചപേക്ഷിക്കാൻ പാടില്ല.
അന്യ ദൈവങ്ങളെ കുമ്പിടുക, വണങ്ങുക, നേർച്ച കാഴ്ച കൊടുക്കുക, ഇവയൊക്കെ ക്രൈസ്തവര് ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിനും നമുക്കും ഒത്തിരി നല്ലതായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അന്യ ദൈവ ആരാധന അതൊരിക്കലും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ല. അത്ര ഗൗരവമേറിയ ഒരു പാപമാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തില്, അപ്പൻ്റെ കുടുംബത്തില്, അമ്മയുടെ കുടുംബം, അല്ലെ ജീവിത പങ്കാളിയുടെ കുടുംബത്തില് ഈ വിധ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിധ തിന്മകള് നമ്മുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷുദ്രവസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അന്യദൈവങ്ങളുടെ ഫോട്ടോസ് അല്ലെ മറ്റെന്തെങ്കിലും പ്രതിമകളൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നീക്കം ചെയ്യണം. ഇവയൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഈ സമൂഹത്തിന് മേൽ ഒഴുകട്ടെ. ആകാശത്തിലും ഭൂമിയിലെ പാതാളത്തിലും എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരനാമത്തിൽ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മന്ത്രവാദത്തിന്റെ, ആഭിചാരത്തിന്റെ, ക്ഷുദ്രകർമ്മത്തിന്റെ സകല ബന്ധനങ്ങൾ വഴിയട്ടെ. ദൈവജനം കുടുംബങ്ങൾ സ്വതന്ത്രമാവട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ തകരട്ടെ. മർക്കോസ് 3:27 ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ കയറി കവർ ചെയ്യുവാൻ ആദ്യം അവനെ ബന്ധിക്കണം. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. സ്തുതിപ്പുയരട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ആഭിചാരത്തിന്റെ ബന്ധനം അഴിയട്ടെ. ആമേൻ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ. മന്ത്രവാദത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. ക്ഷുദ്രകർമ്മത്തിന്റെ ബന്ധനം അഴിയട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുരക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ. ക്രൈസ്തവ കുടുംബങ്ങൾ മോചനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുനാമത്തിൽ സാത്താന്റെ ആധിപത്യം തകരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു മേഖല നമ്മുടെ ദൈവസന്നിധിയിൽ അനുദപിക്കണം. നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുമ്പസാരത്തിൽ തുറന്ന് പറഞ്ഞ് കുമ്പസാരിക്കണം. അതിലൂടെ മാത്രമേ കെട്ടുകൾ അഴിയപ്പെടത്തുള്ളൂ. ഇത് ഗൗരവമേറിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുക.